ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം എല്ലാവർക്കും? സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? പോസിറ്റീവ് ആയിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? എന്താണ് നമ്മളോട് ഇന്ന് യൂണിവേഴ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇത് 9 ഓഫ് വാണ്ട്സ് ആണ്. സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കും. നൈറ്റ് ഓഫ് സ്വോർഡ്സ്, ചാരിയറ്റ്, എംപ്രസ്, 4 ഓഫ് സ്വോർഡ്സ്, പേജ് ഓഫ് കപ്സ്, ദ മജീഷ്യൻ, 2 ഓഫ് പെൻറ്റക്കിൾസ്, 2 കാർഡ് വന്നു. 9 ഓഫ് സ്വോർഡ്സും അതുപോലെ 5 ഓഫ് കപ്സും ആണ്. ബോട്ടം നിൽക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഇത് മൊത്തത്തിലൊരു കുറച്ച് പാഷൻ്റെയും കുറച്ച് പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെയും അതുപോലെ കുറച്ച് വ്യക്തിപരമായ വികാസത്തിൻ്റെയും വ്യക്തിപരമായ നഷ്ടങ്ങളുടെയൊക്കെ ഒരു ദിവസം പോലെയാണ് കാണുന്നത്. അതായത് നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ടിരുന്ന ഒരിടത്ത് പരാജയം സംഭവിക്കുക, തന്നെ പേടിക്കുക, അങ്ങനെയൊക്കെയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 9 ഓഫ് വാണ്ട്സ് ആണ്. നയൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ ഇതൊരു നമ്മൾ സക്സസിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നു, പക്ഷേ നമ്മൾ പരാജയ ഭീതിയിലാണ്, വീണ്ടും ആക്രമിക്കപ്പെടുമോ എന്നുള്ളൊരു പേടിയിൽ നിൽക്കുന്ന ഒരാളാണ് ഈ 9 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയത്തില്ലേ, പേടിച്ച് കാവൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങൾ മുൻപ് കുറേ ഹഡിൽസിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റഡ്ലി വരുമോ എന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ മനസ്സിൽ നിങ്ങൾക്ക് വെറുതെ എന്തിനാണെന്നറിയാത്തൊരു പേടി ചിലപ്പോൾ ഇന്ന ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി അത് ഒരു വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്തയാവാൻ സാധ്യതയുണ്ട്. കാരണം ബോട്ടം ഡെക്ക് 8 ഓഫ് കപ്പാണ്. അത് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളുടെ എനർജിയാണ്. അപ്പോൾ ഇമോഷണലി നിങ്ങളിൽ നിന്ന് ഒരാൾ ഡിസ്കണക്റ്റഡ് ആയി പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ്. ആ ഭയത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് അങ്ങനെ ഒരു എനർജി നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ചിന്തയെ ക്യാൻസൽ ചെയ്ത് വിടുക. ക്യാൻസൽ എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പോസിറ്റീവ് അഫർമേഷൻ പറയുക. ഈ വ്യക്തി എന്നോട് വളരെ സ്നേഹമായും സന്തോഷമായും സമാധാനമായും എന്നോട് പെരുമാറുന്നതിനും അയാൾ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിനും നന്ദി എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഒരു വ്യക്തി നഷ്ടപ്പെടുന്നു എന്നതിനെ അത്രത്തോളം ഭയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ അങ്ങനെ നെഗറ്റീവായിട്ട് എന്ത് തോട്ട് വന്നാലും നിങ്ങൾ ആദ്യമേ ആ ചിന്തയെ ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ 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 എന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ ആ ചിന്തയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം പറയുക. ഈ വ്യക്തിയെ വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിനും ഞങ്ങൾ പ്രണയപൂർവ്വം അല്ലെങ്കിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നതിന് നന്ദി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാർഡ്. അപ്പോൾ ഒരു പേടി മനസ്സിൽ തോന്നുവാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യണം. 2 നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ ഭയങ്കര ആവേശത്തോടു കൂടി നിങ്ങൾ ജോലി ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ അത്രത്തോളം ആത്മാർത്ഥത കൂടി ചെയ്യുന്നതായിരിക്കാം. ഭയങ്കര ഇന്ന് ഇങ്ങനെ എരിപൊരി സഞ്ചാരമാണ്. അതായത് എടുത്തുചാട്ടം എന്ത് പെട്ടെന്നാണ്, ഒറ്റ ബുദ്ധിക്കാണ് എല്ലാം ചെയ്യുന്നത്. ഒറ്റ വിചാരം വരുന്നു, പെട്ടെന്ന് അതങ്ങ് ചെയ്യണം തോന്നുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പുനർവിചിന്തനം എന്ന് പറഞ്ഞൊരു കാര്യം കിട്ടത്തില്ല. അപ്പം എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അന്നേരത്തെ ബുദ്ധിക്ക് നമുക്ക് തോന്നുന്നത് ശരിയാണെന്നായിരിക്കും, പക്ഷേ ഒരു സെക്കൻഡ് തോട്ടിലായിരിക്കും നമുക്കതിൻ്റെ ഒരു നെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഭാഗം ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എടുത്തുചാട്ടം കൂടുതലായിരിക്കും. അതുപോലെ വാഹനം ഓടിക്കാൻ ഭയങ്കര സ്പീഡിൽ പോകാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. ഇന്ന് മൊത്തത്തിൽ നിങ്ങളുടെ ചിന്തകളായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയായാലും എല്ലാം വളരെ വേഗത്തിലാണെന്നാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ കുറച്ചും കൂടെ കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും. ഇതേപോലെ നിങ്ങളുടെ തോട്ട് പ്രോസസ്സും നന്നായിട്ട് ഭയങ്കര വേഗത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നു, തീരുമാനം എടുക്കുന്നു, അത് നടപ്പിലാക്കുന്നു. അതാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി വേഗത്തിൽ കാര്യങ്ങൾ നടത്തേണ്ട ആവശ്യം ഇല്ല. അതുപോലെ ഇന്ന് ഈ പറഞ്ഞ പോലെ മനസ്സിലെ ചിന്തകൾ ഇങ്ങനെ ഭയങ്കര കലുഷിതമായിരിക്കും. ഇങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ വന്ന് മനസ്സിലൊരു കലുഷിതമായ മനസ്സുണ്ടാവുകയും എല്ലാവരോടും വഴക്കുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസിയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇപ്പം പീരിയഡ്സ് മോഡിലൊക്കെ ഇരിക്കുന്ന ലേഡീസൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരു മൂഡ് സ്വിങ്സ്, പീരിയഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുതരം വഴക്കാളി സ്വഭാവമായിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് നൈറ്റ് ഓഫ് സോഡ്. ഒരു വഴക്കാളി, അതാണായാലും പെണ്ണായാലും ഇന്നൊരു ടെമ്പറമെൻറ്റ് പോയ ഒരു കിളി പോയ അവസ്ഥയിലായിരിക്കും.
തേർഡ് കാർഡ് ചാരിയറ്റാണ്. അപ്പോൾ ഒരു യാത്ര കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് യാത്ര ചെയ്ത് എങ്ങോട്ടേലും പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇത് സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. ഇന്ന് യാത്ര ചെയ്ത് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കാണാൻ വേണ്ടി യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സക്സസ്ഫുള്ളായ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അത് ഒരുപക്ഷെ നടക്കാൻ യാതൊരു സാധ്യതയില്ല, പക്ഷേ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം അത് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ആത്മബലത്തിൻ്റെയും ഒരു കറേജിൻ്റെ ഒക്കെ ഒരു കാർഡും കൂടിയാണ് ഈ ചാരിയറ്റ്. അതായത് നിങ്ങൾ ഭയങ്കര എന്താണ് ധൈര്യത്തോടു കൂടി ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി പോകുന്നതാണ്. അതായത് ഈ കുതിരകൾ, ഇത് കുതിരകളല്ല ശരിക്കും സ്വിങ്സ് ആണ്. ആ സ്വിങ്സിനെ തെളിക്കുന്ന തേരാളി എന്ന് പറയുന്നത് അയാൾക്ക് ശരിക്കും അന്യായമായ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ജീവികളെ ഇങ്ങനെ തെളിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അത്രയും ആത്മബലമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് വളരെ ധൈര്യം തോന്നുകയും നിങ്ങൾ മുന്നിട്ടിറങ്ങി ഒരു കാര്യം നടപ്പിലാക്കുകയും ചെയ്യുന്നൊരു ദിവസമായിട്ടാണ് ചാരിയറ്റ് എനർജി കാണുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ്. നിങ്ങളിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വന്നു ചേരുന്നു എന്നാണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ, നടക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും വന്നു ചേരുന്നതാണ്. മേ ബി ഒരു ജോബ് ഓഫർ കിട്ടുന്നതായിരിക്കും, കിട്ടില്ല എന്ന് വിചാരിച്ച് പണം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച വ്യക്തികളെ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും കാണുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും സർപ്രൈസുകൾ നിങ്ങളിലേക്ക് വന്നു ചേരാനൊക്കെ സാധ്യതയുണ്ട്. ദെൻ എംപ്രസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വല്ലാത്തൊരു സ്നേഹവും അഭിനിവേശവും ഒക്കെ തോന്നുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ അഡോൺ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ആരാധിക്കുക, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വല്ലാത്തൊരു അഡ്മിറേഷൻ തോന്നുക. കൊള്ളാം, നീ സൂപ്പറാ എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ തോന്നുന്ന ഒരു ദിവസമാണ്. അതുപോലെ ഇതൊരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ചിലപ്പോൾ പെറ്റ് പേരൻറ്റിങ് ആയിരിക്കും. പുതിയ മൃഗങ്ങളെയോ വാങ്ങിച്ച് വീട്ടിൽ വളർത്തുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെടികൾ വാങ്ങിച്ച് വെക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പടം വരയ്ക്കുമോ അത്തരം പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഫെർട്ടിലിറ്റിയുടെ കാർഡെന്ന് പറഞ്ഞില്ല, അപ്പോൾ പ്രഗ്നൻസിക്ക് ഒരു സാധ്യതയുള്ളൊരു ദിവസമാണ്. അത് ചിലപ്പം നിങ്ങൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ കാണുന്നുണ്ടാവാം. അപ്പോൾ ഒരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ് എംപ്രസ് എന്ന് പറയുന്നത്. അബണ്ടൻസിൻ്റെ കാർഡാണ് എംപ്രസ് എന്ന് പറയുന്നത്. വളരെ അബണ്ടൻ്റ് ആണ് ഈ ലേഡി എന്ന് പറയുന്നത്. എംപ്രസ് ആണ്, അതായത് സാധാരണ ഒന്നുമല്ല, എംപററിൻ്റെ വൈഫാണ്. അപ്പം ഒരുപാട് രാജ്ഞിമാരിൽ ഏറ്റവും ഭാഗ്യമുള്ള, ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ലേഡിയാണ്, ഏറ്റവും ക്ലവറായിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡിയാണ് ഈ എംപ്രസ്. അപ്പോൾ അത്രത്തോളം അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി, നിങ്ങളുടെ പ്രഭാവം കൊണ്ട് നിങ്ങൾക്ക് പലതും നേടാൻ കഴിയുന്നൊരു ദിവസമാണ്. ഇത് പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ്റെ കൂടെയാണ്. അതായത് നിങ്ങൾ ഇന്ന് എന്ത് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് നേടാൻ പറ്റും. ഇതിനകത്ത് ഈ എംപ്രസിന് തലയിൽ ഒരു കിരീടമുണ്ട്, അതുപോലെ കഴുത്തിൽ നവഗ്രഹങ്ങളെ ചാർത്തുന്ന ഒരു മാലയുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ രാശികളെയും നവഗ്രഹങ്ങളെയൊക്കെ അണിഞ്ഞിരിക്കുന്ന ഒരു ലേഡി എന്നാണ്. അപ്പോൾ ഭൂമി മൊത്തത്തിൽ ഈ ഒരു ലേഡിയുടെ ചുറ്റും കറങ്ങുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് എംപ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഭാഗ്യമുള്ളൊരു ദിവസമായിട്ടൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. എങ്കിൽ പോലും ഇതിനകത്തൊരു പ്രശ്നം, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ചിലപ്പോൾ ഗോസിപ്പിംഗ് ഒക്കെ പറയുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, സോറി. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് സോഡാണ്. ഈ 4 ഓഫ് സോഡ് ഞാൻ എന്നും പറയുന്ന പോലെ റെസ്റ്റിംഗ് എനർജിയാണ്. ചിലപ്പം എന്തെങ്കിലുമൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. ബാക്ക് പെയിൻ ഒക്കെ പോലെ ഉള്ള, ബാക്ക് പെയിനോ കാലുവേദനയൊക്കെ വന്നിട്ട് നിങ്ങൾ വിശ്രമിക്കുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്രമിക്കണം എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഈ 4 ഓഫ് സോഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, വർക്ക് ലോഡ് നിങ്ങൾ തലയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഒക്കെ നിങ്ങളെ ഡൗൺ ആക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അത് ഒന്ന് ഓട്ടം കുറയ്ക്കണം, നിങ്ങളൊന്ന് നിങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം. ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം, കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുക്കണം. ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നാൽ വീണ് പോയാൽ ആരും കാണൂല. അതാണ് ഈ 4 ഓഫ് സോഡ് കേട്ടോ. അതുപോലെ ഈ വീഴുക, സർജറി, മുറിവുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സോഡ് എനർജി ആയതുകൊണ്ട്, വീണ് കിടക്കുന്ന ഒരാൾ സോഡിനെ പേടിക്കുന്നതായതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇത് ഈ പറഞ്ഞ പോലെ എപ്പോഴും മരണശയ്യയിൽ കിടക്കുന്ന ഒരാളെന്നുള്ളൊരു കാർഡ് തന്നെയാണ് 4 ഓഫ് സോഡ്. അപ്പം അറിയാമല്ലോ, അത് ചിലപ്പോൾ കേൾക്കാനൊക്കെ സാധ്യതയുണ്ട്. ദെൻ പേജ് ഓഫ് കപ്സ്, നിങ്ങൾക്കൊരു ഓഫർ വരുന്നു എന്നാണ്. നിങ്ങൾ മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന, നിലവിലില്ലാത്ത ഒരാൾ, ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ സൈക്കിളിൽ ചിലപ്പോൾ അയാളില്ലായിരിക്കും. നിങ്ങൾ അയാളെ ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുണ്ടാവും, അയാളെ വിട്ടിട്ട് നിങ്ങൾ ഒരുപാട് ദൂരം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരാളുടെ തിരിച്ചുവരവാണ് ഈ പേജ് ഓഫ് കപ്സ്.
ഇയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതോ നിങ്ങൾക്കൊരു ഓഫർ തരുന്നതോ അല്ലെങ്കിൽ നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതോ ആവാൻ സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഒരു സർപ്രൈസ് കിട്ടുക, ഗിഫ്റ്റ് കിട്ടുക, അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഒരു പുതിയ ലവ് ആയിരിക്കാം, നിങ്ങൾക്കൊരു ലവ് ഓഫറൊക്കെ വരുന്ന ആവാനും സാധ്യതയുണ്ട്. മജീഷ്യൻ, കുറേ ദിവസം കൊണ്ട് നമുക്ക് മജീഷ്യൻ്റെ കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാൻ സാധ്യതയുണ്ട്. ഒരു മിറാക്കിൾ സംഭവിക്കുന്നു. മേ ബി നിങ്ങളുടെ കാർമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അതിന് പ്രയോജനമുണ്ട്. നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റേഷൻ എന്ന വർക്കായി കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. കാരണം എല്ലാ റിസോഴ്സും ഉള്ള ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് സക്സസ്ഫുൾ ആവും. ഓക്കെ. അതുപോലെ നിങ്ങൾ മത്സരത്തിലൊക്കെ പങ്കെടുത്താൽ സമ്മാനം കിട്ടും. നിങ്ങൾക്ക് ഇന്ന് വളരെ ക്രിയേറ്റീവ് ടാലൻസ് കൂടുതലുള്ള ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പുതിയ കാര്യങ്ങൾ ചെയ്ത് ഫലവത്താക്കാനും ഒക്കെ കഴിവുള്ളൊരു നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ മാനിപ്പുലേറ്ററും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കിന്ന് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങളുടെ പരിധിയിലാക്കാൻ വേണ്ടിയിട്ട് എന്തും പറഞ്ഞ് നിങ്ങളുടെ പരിധിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതേ സാഹചര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഉണ്ട്. അയാൾ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ മയക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം മാനിപ്പുലേഷനിൽ വീഴാൻ പാടില്ല. ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒന്നിലധികം സാഹചര്യങ്ങളുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല, പോസിബിലിറ്റീസും സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവസരങ്ങൾ മാത്രമല്ല, സാഹചര്യങ്ങളും കേട്ടോ. അപ്പോൾ അതിൽ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഈ 2 എന്ന് പറയുന്ന എല്ലാം കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു സമയത്ത് രാവിലെ എണീറ്റ് ഇന്ന് അതൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ അതിന് ഇന്ന് വേണോ നാളെ ചെയ്താലോ എന്ന് തോന്നും. അപ്പോൾ ആ ഒരു എനർജിയാണ് 2 ഓഫ് പെൻറ്റക്കിൾ. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്, ബാലൻസ് ഇല്ലായ്മയാണ്. ആ ബാലൻസ് ഇല്ലായ്മയിലെ ബാലൻസ് ആണ് എന്നൊക്കെയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ദെൻ 9 ഓഫ് സ്വോർഡ്. രാത്രിയിൽ ഭയങ്കര ചൂട് കൊണ്ടായിരിക്കാം, ശാരീരികമായ വൈകല്യമല്ല, ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഔട്ട് ബേസ്റ്റ് കൊണ്ടായിരിക്കാം നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഉറക്കമില്ലാത്ത രാത്രി ആയതുകൊണ്ട് പിറ്റേ ദിവസം തീർച്ചയായിട്ടും നമുക്കൊരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രാത്രിയിലെ ഉറക്കമില്ലായ്മ മെൻ്റൽ കോൺഫ്ലിക്റ്റ് കൊണ്ടൊക്കെ ആയിരിക്കാം. ചിലരെക്കുറിച്ച് ഓർത്ത്, കടബാധ്യതകളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യും നാളെ. ചിലപ്പം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ദിവസം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പൈസകൾ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അത് ഓർത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്നൊരു പുതിയ കാര്യം ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇന്നലെ എല്ലാ പ്രിപ്പറേഷൻസും നടത്തിയിട്ട് വേണം കിടക്കാൻ, അത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ, ഉറങ്ങിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, പനി, ചുമ, ജലദോഷമൊക്കെ കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് രാത്രിയിൽ ഉറക്കം ഇല്ലാതിരുന്ന ഒരു രാത്രി കടന്നിട്ട് വന്നിട്ടുള്ള ആളുകളെ പോലുണ്ട്. അപ്പോൾ അതിൻ്റെതായ ക്ഷീണവും മൂഡ് സ്വിങ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് കാർഡ് 5 ഓഫ് കപ്സ് ആണ്. 5 ഓഫ് കപ്സ് നഷ്ടബോധത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതാവണമെന്ന് നിർബന്ധമില്ല, മറ്റാരുടെയെങ്കിലുമൊക്കെ ബേബി അബോർഷൻ, മിസ്കാരേജ് ഒക്കെ സംഭവിച്ചെന്ന് കേൾക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അതായത് രാത്രി ഉറക്കമില്ലായ്മ എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു മിസ്കാരേജിൻ്റെ ഇതുണ്ട്. അതിൻ്റെ കൂടെ 5 ഓഫ് കപ്പും കൂടെ വരുമ്പോൾ നഷ്ടപ്പെട്ടതിനോർത്ത് ദുഃഖിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു നഷ്ടം, മറ്റാർക്കും ഉണ്ടായൊരു നഷ്ടത്തെ ഓർത്ത് നിങ്ങൾ കഷ്ടമായിപ്പോയി, അങ്ങനെ പോയല്ലോ എന്നോർത്ത് ദുഃഖിച്ചിരിക്കുന്നൊരു എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ആയിരിക്കാം, അത് മിസ്കാരേജ് ആവണമെന്നില്ല, നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ട് പോയല്ലോ എന്നോർത്തിരിക്കുന്നതാവാനും സാധ്യതയുണ്ട്. ബോട്ടം വന്നത് 8 ഓഫ് കപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവരെ വേണ്ടാത്ത അവസ്ഥയായിരിക്കാം. നിങ്ങൾക്ക് അവരോട് ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആണ്, നിങ്ങൾക്ക് അവരെ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയി എന്നുള്ളൊരു എനർജിയാണ്. ചിലരെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ടാവും, ചില സാഹചര്യങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്നുണ്ടാവും. നിങ്ങളുടെ എല്ലാം വരുന്ന ചില കാര്യങ്ങൾ ഇനി വേണ്ട എന്ന് വിചാരിക്കുന്നതാവാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 8 ഓഫ് കപ്സ്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ഇമോഷണൽ അത് തന്നെയാണ് ഡിറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അങ്ങനെ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് 8 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നിൽക്കുന്നൊരു ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതിന് ഞാൻ പറഞ്ഞല്ലോ, എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ചിന്ത വന്നാലും, എന്ത് ചിന്ത വന്നാലും ആ ചിന്തേനെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് ക്യാൻസൽ കൊടുക്കുക. ക്യാൻസൽ എന്ന് പറയാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഫർമേഷൻ പറയുക. ഓക്കെ, എന്തോരം പൈസ ഒന്നും ആവശ്യമുണ്ട്, എൻ്റെ പൈസ ഇല്ലല്ലോ എന്ന് വരുമ്പോഴത്തേക്കും ക്യാൻസൽ പറയണം. എനിക്ക് ധാരാളം പണമുണ്ട്, എനിക്ക് ധാരാളം പണം പല സോഴ്സിൽ നിന്ന് വന്ന് ചേർന്നതിന് നന്ദി എന്നുള്ള രീതിയിലുള്ള അഫർമേഷൻസ് പറയുക. പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിലേക്ക് ആ പോസിറ്റിവിറ്റി അട്രാക്റ്റ് ആയിക്കോളും.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജനറൽ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.